ഇന്ന് മഹാദേവൻ്റെ സന്ദേശം വന്നിട്ടുള്ളത് ഒരു ബ്യൂട്ടിഫുൾ മെസ്സേജാണ്. ഇപ്പം നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഡിസ്റ്റൻസ് തോന്നുന്നുണ്ട്, അത് നിങ്ങളുടെ എന്തൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, കരിയർ ആയിരിക്കാം, നിങ്ങളുടെ ലൈഫിൽ റെസനേറ്റ് ആവുന്ന പോലെ എടുക്കാം. ചില ആൾക്കാരുകൾ നമ്മുടെ ജീവിതത്തേക്ക് വരുന്നത് നമ്മളെ അവേക്കൺ ചെയ്യാനായിട്ടാണ്, നമ്മളെ ശരിക്കുള്ള സ്നേഹം പഠിപ്പിക്കാനാണ്, അല്ലെങ്കിൽ നമ്മുടെ തന്നെ സ്വയം വേർത്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് പേർക്ക് ഒന്ന് ആ ഈഗോ കളയാനും, ഓരോരുത്തർക്കും ഓരോ രീതിക്കായിട്ടാണ് ലെസൺസ് വരാം. പക്ഷെ അത് പണിഷ്മെൻ്റ് അല്ല. നമ്മളെപ്പോഴും ചോദിക്കാറില്ലേ, ഇത് കുറേ നാൾ നിൽക്കുമോ, ഇവരെന്നെ ചൂസ് ചെയ്യുമോ, എപ്പോഴാണ് എനിക്കെൻ്റെ ജസ്റ്റിസ് കിട്ടുക, എപ്പോഴാണ് കാര്യങ്ങളൊക്കെ ഫെയർ ആയിരിക്കുക? അങ്ങനെ ചോദിച്ചവർക്കാണെന്നുണ്ടെങ്കിൽ മഹാദേവൻ്റെ മെസ്സേജാണ്, നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ബാലൻസ്, ആ ഒരു ഫെയർനെസ് ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ കാണുന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് നിങ്ങൾക്ക് മെൻ്റായിട്ടുള്ളത് ഒരിക്കലും നിങ്ങളെ വിട്ടു പോവില്ല. അതുപോലെ നമുക്കും നമ്മളെ സ്വയം അബാൻഡൻ ചെയ്ത് നിൽക്കേണ്ട ഒരവസ്ഥ ഉണ്ടാക്കുകയില്ല. ഇപ്പോൾ ചുറ്റിനും നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ചേഞ്ച് നടക്കുന്നതിന് കൺട്രോൾ ചെയ്യുന്നതും ഫൈറ്റ് ചെയ്യുന്നതും നിർത്തുക. ആ സത്യം എന്താണ് അതൊന്ന് സെറ്റിലായിക്കോട്ടെ. നിങ്ങൾ ചളിവെള്ളം കലക്കുന്നത് കണ്ടിട്ടുണ്ടോ? നമ്മളിങ്ങനെ കലക്കിക്കൊണ്ടിരുന്നത് കൂടുതൽ അത് കലങ്ങുകയുള്ളൂ, കൂടുതൽ ചെളിയായിട്ട് മാറുകയുള്ളൂ. ബട്ട് വൺസ് അതൊന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ തുടക്കത്തിൽ ഭയങ്കര ചളി ആണെന്നുണ്ടെങ്കിലും മെല്ലെ 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 എല്ലാ മണ്ണും അതിങ്ങനെ താഴെ വന്ന് സെറ്റിൽ ചെയ്യാൻ തുടങ്ങും. അതുപോലെ നമ്മളും ഇപ്പോഴുള്ള ചേഞ്ചസിനെ കൂടുതൽ നമ്മൾ റെസിസ്റ്റ് ചെയ്യാൻ നോക്കുമ്പോഴും ചേഞ്ച് ചെയ്യാൻ നോക്കുമ്പോഴും കൂടുതൽ ഒന്നും ചേഞ്ച് ആവാത്ത പോലെയും ഒന്നും മാറാത്ത പോലെയും ക്ലാരിറ്റി കിട്ടാത്ത പോലെയും തോന്നും. ബട്ട് വൺസ് നമ്മൾ നമ്മുടെ ഇമോഷൻസ് കൊണ്ടൊന്ന് കാമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈഗോ, നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ ഇമോഷൻസ് ഒക്കെ നമ്മൾ റിലീസ് ചെയ്യാൻ ആ ഒരു നമ്മൾ നമ്മുടെ സ്വന്തം കാര്യം വീണ്ടും പറയാൻ പറ്റും. സോ ഈ ചില ആൾക്കാർക്ക് നിങ്ങളെ നോക്കുക, നിങ്ങളെ ഫോക്കസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊരു ഡിസിഷൻ ആണ്, നിങ്ങൾക്ക് എന്തൊരു ലൈഫ് പരീക്ഷ കരിയർ ആണ് വേണ്ടത്, അതിൽ ഫേം ആയിട്ട് ഡിസിഷൻ എടുക്കുക. ഈ ഒരു ടൈമിൽ പുതിയൊരു ഗ്ലോ അപ്പ്, ഒരു പുതിയ പേഴ്സൺ, പുതിയ രീതിക്കായിട്ട് കംപ്ലീറ്റ്ലി ന്യൂ സെൽഫായിട്ട് തിരിച്ചു വരാനുള്ള ഒരു ടൈമാണ്. മഹാദേവന്റെ മെസ്സേജ് ഇതാണ്, എന്താണ് സമാധാനത്തിന് വേണ്ടി എല്ലാം അകന്നു പോണ പോലെ തോന്നുന്നത്, എല്ലാം നിങ്ങൾക്കായിട്ട് falling into place എന്ന് പറയില്ല, എല്ലാം നിങ്ങൾക്ക് വേണ്ടി അലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു ടൈം നിങ്ങൾ ഫോക്കസ് ചെയ്യുക, നിങ്ങളുടെ ഒരു ഡിസിഷനിൽ മ്യൂച്വൽ റെസ്പെക്റ്റ് ആണ്, വൺ സൈഡഡ് അല്ല. സോ ഒരു കാര്യം മനസ്സിലാക്കുക, പല ആൾക്കാരുകളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒന്ന് മാറി നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ റൂഡാണ്, അവർ കോൾഡാണ്, അവർ ഭയങ്കര അങ്ങനെയല്ല. എല്ലാവരും ക്രൂവലായിട്ടുള്ള ആൾക്കാരുകളല്ല. പക്ഷെ എവിടേക്കോ അവരെ ചൂസ് ചെയ്യുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മളെ ചൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ചില ആൾക്കാരുകൾ സൈലൻറ്റ്